ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കാം. ഇന്ന് ഗുരുവായൂർ ഏകാദശി. നമ്മുടെ 2024 ഡിസംബർ 11 ഇന്ന് ബുധനാഴ്ച ദിവസം ഗുരുവായൂർ ഏകാദശിയാണ്. ഇന്നത്തെ ഗുരുവായൂർ ഏകാദശിയുടെ പ്രത്യേകതകളെല്ലാം എല്ലാവർക്കും അറിയാം. അതിനാൽ ഞാൻ കൂടുതൽ അതിലേക്ക് വിശദീകരിക്കുന്നില്ല. എന്നാലും നമുക്ക് ഏകാദശി കൊണ്ടും ഏകാദശി എടുക്കുന്നതിനുള്ള മഹത്വത്തെക്കുറിച്ചും എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും ഞാനൊന്നും കൂടെ പറയട്ടെ. നമുക്ക് ഭഗവാനോട് ആത്മാർത്ഥമായി നമ്മളിൽ തന്നെ ഭഗവാൻ ഉണ്ടെന്ന് സങ്കല്പിച്ച് എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ജീവിക്കാനും ഭഗവാനിലെ ഭക്തി വളർത്തുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ ഏകാദശി വ്രതം എടുക്കുന്നത് കൊണ്ട് വളരെ പ്രയോജനം ഉണ്ടായിരിക്കും. ഭക്തി വർദ്ധിക്കും. ഭഗവാനോടുള്ള ഭഗവാനും നമ്മളും രണ്ടല്ല ഒന്നാണ് എന്നുള്ളൊരു ബോധ്യം, ഉത്തമ ബോധ്യം ഉണ്ടാവുകയും ഭഗവാനിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇതുപോലെ എല്ലാവർക്കും ഏകാദശി വ്രതം എടുക്കാനും ഭഗവാനോടൊപ്പം ഭഗവാനിൽ തന്നെ ആശ്രയിച്ച് ജീവിക്കാനും ഭഗവാൻ കൂടെയുണ്ടെന്ന് ഉള്ള ഒരു ഉത്തമ ബോധ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ ഒരു ചെറിയൊരു കഥയാണ്. ഞാനിന്ന് എൻ്റെ രീതിയിൽ ചെറിയൊരു വ്യത്യാസം വരുത്തുന്നുണ്ട്. നമുക്കെല്ലാവർക്കും മുത്തശ്ശി കഥകൾ ഇഷ്ടമുണ്ടായിരിക്കും. പ്രത്യേകിച്ചും മുത്തശ്ശിമാരോടൊപ്പം ജീവിക്കുന്ന കൊച്ചുമക്കൾക്ക് മുത്തശ്ശിമാർ പറഞ്ഞു കൊടുക്കുന്ന കഥകൾ അവരുടെ ജീവിതാവസാനം വരെ അവരുടെ ഉള്ളിൽ നിന്ന് പോവുകയില്ല. അത് സ്വാഭാവികമായും എല്ലാ കൊച്ചു കുട്ടികളുടെയും മനസ്സിൽ പതിഞ്ഞിരിക്കും. അത് നമ്മൾ എത്ര തന്നെ വയസ്സായാലും ആ കഥകളൊന്നും നമ്മുടെ ഉള്ളിൽ നിന്ന് പോവുകയില്ല. അപ്പം ഇന്ന് നമുക്ക് അങ്ങനെ ഒരു കഥ കേട്ടാലോ. ഒരു മുത്തശ്ശിയും മുത്തശ്ശിയുടെ കുട്ടികളും ആയിട്ട് ഒരു ചോദ്യ ഉത്തര സംവാദത്തിലൂടെ ശുഗമഹർഷി പരീക്ഷിത്ത് മഹാരാജാവിന് കഥകൾ പറഞ്ഞു കൊടുക്കുന്നത് ചോദ്യോത്തരങ്ങളിൽ കൂടിയാണ്. അതുപോലെ നമുക്കും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് കഥയിലേക്ക് കടക്കാം. നമ്മളെല്ലാവരും മണ്ഡലകാലത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയായിരിക്കാം. അപ്പം ഇന്നത്തെ വിഷയം ആ ഒരു മണ്ഡലകാലത്തെക്കുറിച്ചായിക്കോട്ടെ, നമ്മുടെ ശ്രീ അയ്യപ്പസ്വാമിയെക്കുറിച്ച് തന്നെ ആയിക്കോട്ടെ എന്നാണ് ഞാനിന്ന് ചിന്തിക്കുന്നത്. എല്ലാവർക്കും അത് ഇഷ്ടമാവും എന്ന് മനസ്സിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കഥയിലേക്ക് കടക്കുന്നു. ഒരു കുടുംബത്തിൽ മുത്തശ്ശിയാണെങ്കിൽ കൊച്ചുകുട്ടികളെ അടുത്തിരുത്തിയിട്ട് കൊച്ചുകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. കൊച്ചുകുട്ടികൾ അടുത്തിരിക്കുമ്പോൾ കൊച്ചുകുട്ടികൾ സ്വാഭാവികമായിട്ടും അമ്മമാരോട് ആരോടായാലും അവർക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും ചോദിക്കാൻ. അപ്പം ആ ഒരു ചോദ്യ രീതിയിലാണ് ഞാനിവിടെ തുടങ്ങുന്നത്. അപ്പോൾ കുഞ്ഞ് ചോദിക്കുകയാണ്, മുത്തശ്ശി എന്താ ഈ മണ്ഡലകാലം എന്ന് പറഞ്ഞാൽ എന്താണ് മുത്തശ്ശി ഈ മണ്ഡലകാലത്തിൻ്റെ പ്രാധാന്യം? മുത്തശ്ശി പറയുവാണ്, മണ്ഡലകാലം എന്ന് പറഞ്ഞാൽ വൃശ്ചിക മാസം, നമ്മുടെ വൃശ്ചിക മാസം വളരെ പ്രത്യേകതയുള്ള മാസമാണ്. ആ മാസത്തിലാണ് ധാരാളം സംഭവങ്ങൾ ഭഗവാന്റെ ഭഗവത്ഗീത ഉപദേശിച്ചതും ഭഗവാൻ ഭൂമിയിൽ പല പല ലീലകൾ ആടിയ മാസമൊക്കെയാണ് ഈ വൃശ്ചിക മാസം എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ കേരളീയ ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മാസം കൂടിയാണ് മണ്ഡലകാലം, വൃശ്ചിക മാസം. അതായത് മണ്ഡലകാലം തുടങ്ങുന്നതോടുകൂടി എല്ലാ വീടുകളിലും വീട് വൃത്തിയായി വീട്ടിലുള്ള ആണുങ്ങളെല്ലാം ശബരിമലയ്ക്ക് പോകുന്ന ഒരു വ്രതം അനുഷ്ഠിക്കുന്ന കാലം കൂടിയാണ്. ശബരിമലയിലേക്ക് ഭഗവാനെ കാണാൻ പോകുന്ന ശബരിമലയിലേക്ക് ഈ വൃശ്ചിക മാസത്തിൽ മണ്ഡലകാലം 41 ദിവസത്തെ മണ്ഡലപൂജയോടുകൂടി അവസാനിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും മകരവിളക്ക്. ഇങ്ങനെയാണ് ശബരിമലയിലെ പൂജകൾ പോകുന്നത്. അത് കഴിഞ്ഞാൽ നട അടച്ച് കഴിഞ്ഞാൽ പിന്നെ
നമുക്ക് എല്ലാ മലയാള മാസം 1-ാം തീയതിയാണ് നട തുറക്കുന്നത്. അന്നേരം തുറന്നിട്ട് അത് ഉടനെ അടയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഈ വൃശ്ചിക മാസത്തിലാണ് തുടർച്ചയായിട്ട് പൂജകൾ ഉണ്ടാകുന്നത് ശബരിമലയിൽ. അപ്പം കുട്ടികളോട് പറയുകയാണ്, ഇങ്ങനെയാണ് നമ്മുടെ വൃശ്ചിക മാസത്തിൻ്റെ പ്രത്യേകത. അപ്പം കുട്ടികൾ ചോദിക്കുകയാണ്, എന്താ മുത്തശ്ശി അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ? അയ്യപ്പൻ ആരാണ്? ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ? മുത്തശ്ശി പറയുകയാണ്, തീർച്ചയായും മോളെ. അതായത് നമ്മുടെ പന്തളത്ത് ഒരു രാജകുടുംബം ഉണ്ടായിരുന്നു. ആ രാജകുടുംബത്തിൽ വന്ന് ഭഗവാൻ അവതരിച്ചു. അതായത് നമ്മുടെ കുട്ടികളില്ലാതിരുന്ന ഒരു രാജാവിന് വളരെയധികം വിഷമത്തോടു കൂടി ജീവിച്ചിരുന്ന സന്ദർഭത്തിൽ രാജാവിനോട് പിന്നെ ഇനി രാജാവ് പല യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ നടത്തി, കുട്ടികളുണ്ടാകുന്നില്ല. അങ്ങനെ ഒരു ദിവസം രാജാവ് നായാട്ടിനായിട്ട്, പണ്ട് രാജാക്കന്മാർ മൃഗങ്ങളെ വേട്ടയാടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ മണികണ്ഠനെ കാട്ടിൽ നിന്ന് മഹാരാജാവിനെ കിട്ടുന്നത്. അങ്ങനെ മഹാരാജാവ് സ്വന്തം പുത്രനായി വളർത്തുകയും അതിനുശേഷം രാജാവിനൊരു കുഞ്ഞുണ്ടാവുകയും ആ കുഞ്ഞിന് രാജാവകാശം ലഭിക്കുന്നതിന് വേണ്ടി പല കഥകളും അവിടെ അരങ്ങേറുകയും അതിന് പ്രകാരം അത് നിമിത്തങ്ങളാണ്. ഇപ്പം നമ്മുടെ രാമായണത്തിൽ തന്നെ ഓരോരോ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചത് തന്നെ ഓരോ നിമിത്തങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, രാമനെ വനവാസത്തിന് അയക്കുക, അതൊക്കെ ഓരോ നിമിത്തങ്ങളാക്കി മാറ്റുകയാണ്. അതായത് ഭഗവാൻ അവതരിക്കുന്നത് നമ്മുടെ മനുഷ്യർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും, ഇങ്ങനെയൊക്കെയാണ് ജീവിതത്തിൽ എല്ലാവരും ദൈവങ്ങൾ അവതരിക്കുന്നത് സുഖിച്ച് ജീവിക്കാനല്ല, ഇതാണ് ജീവിതമെന്ന് മറ്റുള്ളവരെ പറഞ്ഞ് ബോധിപ്പിക്കാനാണ്. അപ്പം ആ ഒരു നിമിത്തമായി മാറുകയും, അപ്പം കുഞ്ഞിന് ഒരു അസുഖം ബാധിതയായി കിടക്കുന്ന ഒരു അമ്മയുടെ അവസ്ഥ കുഞ്ഞ് കണ്ടിട്ട്, ഞാൻ അതിൻ്റെ ഔഷധം സേവിക്കാനായിട്ട് പുലിപ്പാലെടുക്കാൻ വേണ്ടിയിട്ട് മണികണ്ഠൻ തന്നെയാണ് കാട്ടിലേക്ക് പോകാമെന്ന് പറയുകയും അങ്ങനെ പോവുകയും തിരിച്ച് പുലിയോടുകൂടി വന്ന് അമ്മയുടെ അസുഖം ഭേദമാക്കാൻ അതിൽ നിന്ന് പാൽ ആവശ്യത്തിന് കറന്നെടുത്തോളൂ എന്ന് പറഞ്ഞ് വന്ന ആ മകൻ്റെ മുന്നിൽ അമ്മ സാഷ്ടാംഗം നമിക്കുകയാണ്. അപ്പോൾ മനസ്സിലാകുന്നുണ്ട്, അത് സാധാരണ പുത്രനല്ല, അത് നമ്മുടെ ദൈവ അവതാരങ്ങളാണ്. അപ്പം അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, നമ്മുടെ അഹങ്കാരത്തിന്, നമ്മൾ എല്ലാവരിൽ നിന്നുള്ള അഹങ്കാരങ്ങൾ മാറ്റിയെടുക്കുക, അതിന് ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവങ്ങൾ ഭൂമിയിൽ അവതരിക്കുന്നത്. ആ അവതാര സമയത്ത് അവർക്ക് പല പല നിമിത്തങ്ങൾ ഉണ്ടാക്കിയാലേ അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് അവർക്ക് എത്താൻ പറ്റുകയുള്ളൂ. ഒരിക്കലും അവർ സന്തോഷത്തോടുകൂടി അങ്ങ് ആർഭാടത്തോടുകൂടി ജീവിക്കുകയല്ല. മനുഷ്യജീവിതം ഇതാണ് എന്ന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്, മനുഷ്യരിലുള്ള അഹങ്കാരങ്ങളെ വെടിയുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ തിരിച്ച് അച്ഛനോട് യാത്ര ചോദിക്കുകയാണ്, ഇനി ഞാൻ ഇവിടെ ഉണ്ടാവില്ല, എനിക്ക് സന്യാസം, അതായത് താപസനായി മാറുകയാണ്. ഇനി എനിക്ക് ഈ ഒരു ലൗകിക ജീവിതം ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ എൻ്റെ ജീവിതം ഞാൻ എന്താണെന്നും എനിക്ക് എങ്ങനെയാണ് ഇനി ഞാൻ എങ്ങനെയായി തീരണമെന്നുള്ളത് ദൈവനിശ്ചയം. അപ്പോൾ അതുപോലെ ഞാൻ ഇനി ഇവിടെ നിന്ന് പോവുകയാണ്, ഞാൻ എന്നെ തന്നെ അറിയാൻ വേണ്ടി പോവുകയാണ്. അച്ഛൻ്റെ എന്നെ കാണണമെന്ന് തോന്നുകയാണെങ്കിൽ ഇന്ന ദിവസങ്ങളിൽ വൃശ്ചിക മാസം മുതൽ മകരമാസം വരെ എന്നെ കാണാൻ അനുവാദമുണ്ട്. അങ്ങനെ രാജകൊട്ടാരത്തിന് മകനെ കാണാനായിട്ടുള്ള അനുവാദം മണികണ്ഠൻ നൽകിയിട്ട് ശബരി എന്ന മലയിലേക്ക് പോവുകയും അവിടെ തപസ്സനുഷ്ഠിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കഥകൾ. പക്ഷേ നമ്മളിൽ പലരും അതിനെയൊക്കെ പല രീതിയിലൊക്കെ വ്യാഖ്യാനിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത്. അയ്യപ്പനെന്ന് പറഞ്ഞാൽ ഒരു നൈഷ്ഠിക ബ്രഹ്മചാരി എന്നതിലുപരി ഈ ലോകത്തിലെ സകല സുഖങ്ങളും സുഖലോലുപ ജീവിതം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ച് തപസ്സനുഷ്ഠിക്കുകയാണ്. ആ തപസ്സനുഷ്ഠിക്കുന്ന വ്യക്തി ബ്രഹ്മചാരിയാണ്, അതിലുപരി ഒരു താപസനും കൂടിയാണ്. ആ തപസ്സിലിരിക്കുന്ന വ്യക്തിയെ നമ്മൾ ശല്യപ്പെടുത്താൻ പാടില്ല. ആ ഒരു സങ്കല്പമാണ് ശബരിമലയിൽ. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുന്നത്. അതായത് സ്ത്രീകളെന്ന് പറയുന്നത് ഒരു ഏജ്
അതായത് ഒരു 10 വയസ്സിന് മുകളിൽ തൊട്ട് 50-55 വയസ്സ് വരെ ഉള്ള അളവിൽ സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം ഇല്ല, നിഷേധിച്ചിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാന തത്വം വേറെ ഒന്നുമല്ല. ഈ സമയങ്ങളിലാണ് സ്ത്രീ ശരീരത്തിൽ സൃഷ്ടി ഉണ്ടാകുന്നത്. സൃഷ്ടി നടത്തുന്ന ആ സമയത്ത് ഭഗവാനും സൃഷ്ടിയുടെ അവതാരമാണ്. ആ സൃഷ്ടി നടത്തുന്ന ആ മാതാവിനെ കണ്ടാൽ മകൻ അവിടെ നിന്ന് എഴുന്നേൽക്കും. എഴുന്നേൽക്കുമ്പോൾ ഇരിക്കുന്ന ആ മകന് തപസ്സിൽ ചാഞ്ചല്യം ഉണ്ടാകുന്നു. അതായത് ഇപ്പം അമ്മയെ കാണുമ്പോൾ അത് സൃഷ്ടികർത്താവാണ്. അവരെ കാണുമ്പോൾ ബഹുമാനപൂർവ്വം എണീറ്റേ പറ്റുകയുള്ളൂ. അപ്പോൾ എണീക്കുമ്പോഴത്തേക്ക് അവരുടെ തപസ്സിന് ഭംഗം വരികയാണ്. അതല്ലാതെ അതിൽ ബ്രഹ്മചര്യം നശിച്ചു പോകുന്നതല്ല, അതൊരു മാതൃത്വ ഭാവമാണ് അവിടെ കൊണ്ടുവന്നത്. അതായത് ബഹുമാനപൂർവ്വം എണീക്കുന്നതാണ്, അതല്ലാതെ അതിന് വേറെ അർത്ഥതലങ്ങളില്ല. അതുപോലെ അതുകൊണ്ട് മാത്രമാണ് ഈ ശബരിമലയിലേക്കുള്ള പ്രവേശനം ഈ കാലയളവിൽ 10 വയസ്സ് മുതൽ 55-60 വയസ്സ് വരെ സ്ത്രീകൾക്ക് നിക്ഷിപ്തമായിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ മാളികപ്പുറം അമ്മയുടെ കഥയും. മാളികപ്പുറം എന്ന് പറയുന്നത് ഭഗവാന്റെ കാമുകിയല്ല, ഭഗവാൻ കല്യാണം കഴിക്കാൻ കൊണ്ട് അവിടെ ഇരുത്തിയിരിക്കുന്ന ദേവിയല്ല, ഭഗവാന്റെ അമ്മയുടെ സ്ഥാനമാണ്, അമ്മയാണ്. അതായത് അവിടെ ഉണ്ടായിരുന്ന ഒരു ദേവത പരതെ, അത് നമ്മുടെ പന്തളം കൊട്ടാരത്തിൻ്റെ കുലദൈവതയായ മധുര മീനാക്ഷി അമ്മൻ്റെ ഒരു അവതാരമായിട്ടാണ് അവിടെ മാളികപ്പുറത്ത് അമ്മയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പം അവരുടെ കുലദൈവമാണ്. അതുമാത്രമല്ല, മണികണ്ഠൻ ശാസ്താവിൻ്റെ തന്നെ അമ്മ സങ്കല്പത്തിലുള്ള ഒരു ദേവിയും കൂടിയാണ് ഈ മാളികപ്പുറം. അപ്പം അതിന് വേറെ അർത്ഥതലങ്ങളൊന്നും നമ്മളായിട്ട് വ്യാഖ്യാനിച്ച് എടുക്കണ്ട. ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഇത് കൊച്ചുകുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ നമ്മളെല്ലാവരും മനസ്സിൽ ചിന്തിച്ചിരിക്കുന്നത് മണികണ്ഠൻ ശാസ്താവ് അയ്യപ്പൻ ബ്രഹ്മചരിയാണെന്നും അയ്യപ്പൻ കന്നി അയ്യപ്പന്മാർ ശബരിമലയിലേക്ക് വരാതെ ഇരിക്കുമ്പോൾ അയ്യപ്പൻ മാളികപ്പുറത്തിനെ കല്യാണം കഴിക്കും എന്നൊക്കെയുള്ള കഥകളാണ് പൊതുവെ എല്ലായിടത്തും പ്രചരിക്കുന്നത്. പിന്നെ ഇപ്പോഴാണെങ്കിൽ വൻ വിവാദങ്ങളാണ്. അയ്യപ്പനെ കാണാൻ സ്ത്രീകൾക്ക് എന്തുകൊണ്ട് നിഷിദ്ധം എന്നൊക്കെ ചോദിച്ച ഒരു 100 ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇതുതന്നെയാണ്. അയ്യപ്പൻ അവിടെ ഏജ് നിഷ്കർഷി നടത്തിയിരിക്കുന്നത്. അതായത് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ സ്ത്രീകൾക്ക് അവിടേക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്നത് ഭഗവാൻ തപസ്സനുഷ്ഠിക്കുകയാണ്. ആ തപസ്സിന് ഭംഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഭക്തിപൂർവ്വം അല്ലെങ്കിൽ ബഹുമാനപൂർവ്വം ഭഗവാൻ അമ്മമാരെ കാണുമ്പോൾ നമ്മുടെ പണ്ട് മുതലുള്ള ആചാരമാണ്. നമ്മൾ ഒരാളെ ബഹുമാനിക്കുന്നത് അവരെ കാണുമ്പോഴത്തേക്ക് എണീറ്റ് നിൽക്കുക, അവരെ കൈകൂപ്പി വണങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിലുണ്ടായിരുന്ന സംഗതിയാണ്. ഇപ്പോൾ അതാരും ചെയ്യുന്നില്ല. ബഹുമാനപൂർവ്വം ഒന്ന് എണീക്കുക, ഇതൊക്കെ. അപ്പം ഈ ഒരു രീതി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഭഗവാന്റെ തപസ്സിന് ഭംഗം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ആചാരം അവിടെ പുലർത്തിപ്പോരുന്നത്. അപ്പം ഇത് എല്ലാ കുട്ടികളും മനസ്സിലാക്കുക. കുട്ടികളായാലും മുതിർന്നവരായാലും എല്ലാവരും മനസ്സിലാക്കുക. ഭഗവാൻ എല്ലാവരുടെ മനസ്സിലുമുണ്ട്. അവിടെ വേറെ ഭാവഭേദമൊന്നുമില്ല. ഭക്തി മാത്രം നമ്മളിൽ ഉണ്ടായാൽ ഭഗവാൻ കൂടെ ഉണ്ടാകും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. കൂടാതെ ഇന്നത്തെ നല്ലൊരു സുദിനമാണ്. ഇന്ന് ഭഗവാന്റെ ഏകാദശി ദിവസം തന്നെ എനിക്ക് ഇങ്ങനെ ഒരു കഥ പറയാൻ തോന്നിയത് തന്നെ ഭഗവാന്റെ നിർദ്ദേശപ്രകാരമായിരിക്കണം. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യം ഉണ്ടാകട്ടെ. സർവം കൃഷ്ണാർപ്പണമസ്തു.